ആദം മുറിയിലേക്ക് ചെല്ലുമ്പോൾ നിഹ അവിടെ ഇല്ലായിരുന്നു. മറ്റു മുറികളിലേക്ക് അന്വേഷിച്ചു. അവസാനം അവൾ ആദ്യ ദിവസം ഉപയോഗിച്ച മുറിക്ക് മുന്നിൽ അവനെത്തി. ഡോർ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഡോറിൽ തട്ടി ഒരുപാട് തവണ വിളിച്ചു നോക്കിയെങ്കിലും അവളിൽ നിന്നും പ്രതികരണമൊന്നും ഇല്ലായിരുന്നു. അവൻ്റെ ഉള്ളിൽ ആദി നിറഞ്ഞു. ഡോർ തള്ളി തുറക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. അവൻ്റെ മനസ്സിലൂടെ പലതരം ചിന്തകൾ കടന്നുപോയി. അപ്പോഴേക്കും അവൻ്റെ ക്ഷമ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഡോറിലേക്ക് പലതവണ ആഞ്ഞു ചവിട്ടി നോക്കി. ആ ശ്രമവും പരാജയപ്പെട്ടു. പിന്നീടാണ് ബാൽക്കണിയിൽ ഇളകിക്കിടക്കുന്ന വിൻഡോ ഗ്ലാസിൻ്റെ കാര്യം അവൻ ഓർക്കുന്നത്. ഒരു നിമിഷം പോലും പാഴാക്കാതെ എങ്ങനെയൊക്കെയോ മുറിയുടെ ബാൽക്കണിയിലെത്തി. ബാൽക്കണി ഡോർ ക്ലോസായി കിടക്കുമായിരുന്നു. ഇനി അകത്ത് കയറാൻ ഇളകിയ വിൻഡോ ഗ്ലാസ് പുറത്തെടുക്കണം എന്ന ഉദ്ദേശത്തിൽ അവൻ ധൃതിയിൽ ഗ്ലാസ് വലിച്ചെടുത്തു. അതിനിടയിൽ ഗ്ലാസ് പൊട്ടി അവൻ്റെ കൈ മുറിഞ്ഞു. വിചാരിച്ച പോലെ വിൻഡോ ഗ്ലാസ് എടുത്തു മാറ്റാൻ പറ്റാതെ വന്നപ്പോൾ കയ്യിൽ കരുതിയ ഇരുമ്പ് വടികൊണ്ട് ചില്ല് തകർത്തു അവൻ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. ജനാല തകർക്കുന്ന ശബ്ദം കേട്ടതും തലയണയിൽ മുഖം പൂഴ്ത്തി കരയുകയായിരുന്ന നിഹ ഭയത്തോടെ അങ്ങോട്ട് നോട്ടം പായിച്ചു. ജനാല പൊട്ടിച്ച് അകത്തേക്ക് വരുന്ന ആദത്തെ കണ്ടതും നിഹ പേടിച്ച് വിറച്ചു. പിന്നിലോട്ട് ചുവടുകൾ വെച്ചു. എൻ്റെ അടുത്തേക്ക് വരരുത്, എനിക്ക് നിങ്ങളെ പേടിയാ, നിങ്ങൾ എന്നെ കൊല്ലും, നിഹ വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. നിഹ മോളെ, ഞാനൊന്ന് പറയട്ടെ. ആദം അവളെ ചേർത്ത് പിടിക്കാൻ നോക്കി. വേണ്ട, മതി നിങ്ങളുടെ നാടകം, എനിക്ക് എല്ലാം അറിയാം, എൻ്റെ അടുത്ത് വരരുത്. അതും പറഞ്ഞ് അവൾ കയ്യിൽ കിട്ടിയതൊക്കെ അവൻ്റെ മേലേക്ക് വലിച്ചെറിഞ്ഞു. അവൻ ഒഴിഞ്ഞു മാറാതെ അവളുടെ മുന്നിൽ തന്നെ നിന്നുകൊടുത്തു. അവളുടെ ദേഷ്യം തീരട്ടെ എന്ന് കരുതി. അവൾ ഫ്ലവേഴ്സ് എടുത്തെറിഞ്ഞപ്പോൾ അവൻ ഒഴിഞ്ഞു മാറി. അവൾ പിന്നിലോട്ട് നീങ്ങും തോറും അവൻ വാശിയോടെ അവളുടെ അരികിലേക്ക് നടന്നു. വരരുതെന്നല്ല പറഞ്ഞ, നിങ്ങൾ ചതിയനാ, വഞ്ചകനാ, ക്രൂരനാ, നിങ്ങളൊരു ഫ്രോഡാ, ഭൂലോക ഫ്രോഡ്. എനിക്ക് നിങ്ങളെ കാണുന്നത് വെറുപ്പാണ്, അറപ്പാണ്. എൻ്റെ എല്ലാം കവർന്നെടുത്ത് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്തിനാ? എന്നോട് കാണിച്ച സ്നേഹം വെറും അഭിനയമായിരുന്നല്ലേ? നിങ്ങൾ എനിക്ക് കാണണ്ട, പൊയ്ക്കോ, എൻ്റെ മുന്നിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ, എൻ്റെ അടുത്ത് വരരുത്. നിഹ, ഞാനൊന്ന് പറയട്ടെ. നീ കരുതും പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഞാൻ നിൻ്റെ ഇച്ഛായനല്ലടി. നിനക്ക് നിൻ്റെ ഇച്ഛായനെ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ നിഹ. ഇച്ഛായൻ? നിങ്ങളെൻ്റെ ആരുമല്ല, നിങ്ങൾ ചെകുത്താനാ. ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ചെകുത്താൻ. നിഹയുടെ ഓരോ വാക്കിലും നോക്കിലും അവനോടുള്ള ദേഷ്യം ഉളവായിരുന്നു. നിഹ സമ്മതിച്ചു, ഞാൻ ചെകുത്താനാണ്. ഈ ചെകുത്താനെ സ്നേഹിക്കാനും പ്രണയിക്കാനും പഠിപ്പിച്ച മാലാഖയല്ലേ നീ? ഈ മാലാഖയ്ക്ക് മുന്നിൽ ചെകുത്താൻ മുട്ടും കുത്തി വീണുപോയി. ഇന്നിപ്പോൾ ഞാൻ ആദം ജോണാണ്, നിന്റെ മാത്രം ഇച്ഛായൻ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു നിഹ. എനിക്ക് നിന്നോട് സംസാരിക്കണം. അവൻ്റെ ഹൃദയത്തിൽ നിന്നുതിർന്ന വാക്കുകൾ കേട്ടപ്പോൾ നിഹയുടെ മുഖത്ത് പുച്ഛവും പരിഹാസവും. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല, ഇനി സ്നേഹിക്കാനും പോണില്ല. നിങ്ങൾ സ്നേഹിച്ചത് എൻ്റെ ശരീരത്തെയാണ്. എൻ്റെ മനസ്സ് നിങ്ങൾ ഒരിക്കലും കാണാൻ ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്നോടെല്ലാം തുറന്നു പറയുമായിരുന്നില്ലേ? എന്തിനായിരുന്നു നിങ്ങൾ എൻ്റെ മുറിയിൽ ക്യാമറ വെച്ചത്? പറ, എന്തിനാ വെച്ചത്? എൻ്റെ നഗ്നത കാണാനാണോ? വിവാഹത്തിന് മുൻപേ നിങ്ങൾ എൻ്റെ ശരീരം മുഴുവനും കണ്ടിരുന്നുല്ലേ? എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വിശാല മനസ്കനായ ബോസായി എൻ്റെ മുന്നിൽ തകർത്താടി. എൻ്റെ മുറിയിൽ ഹിഡൻ ക്യാമറ വെച്ച കാര്യം ഞാൻ നേരത്തെ കണ്ടെത്തിയിരുന്നു. അത് വെച്ചത് നിങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരല്ല പൊടിഞ്ഞത്, രക്തമായിരുന്നു. ഹൃദയത്തിൽ കത്തിക്കൊണ്ട് മുറിവേൽപ്പിച്ച എനിക്ക് ഇത്രയും വേദനിക്കില്ലായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും സഹിക്കില്ല. തോറ്റുപോയി ഞാൻ. നിങ്ങളെന്നെ കപട സ്നേഹം കാണിച്ചു തോൽപ്പിച്ചു. ആദം ജോൺ എന്ന ദി ഗ്രേറ്റ് യങ് ബിസിനസ്മാൻ വെറും ഒരു പാവം പെണ്ണിനെ ബുദ്ധി കൊണ്ടും വാശി കൊണ്ടും തോൽപ്പിച്ചു. പക്ഷെ എന്തിന്? അതെനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. പിന്നീട് ഞാൻ പലതും മനസ്സിലാക്കി. നിങ്ങളൊരു പകൽ മാന്യനായ ഗുണ്ടാ നേതാവാണ്. തോല് വെളുത്ത പെണ്ണുങ്ങളെ വലവിശി പിടിച്ച് കുരുക്ക് മുറുക്കുന്ന ഒരു ആഭാസൻ. ഇതുപോലെ നിങ്ങൾ ആരുടെയൊക്കെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട്? ആരുടെയൊക്കെ നഗ്നത കണ്ട് രസിച്ചിട്ടുണ്ട്? അവരെയൊക്കെ കല്യാണം കഴിച്ചോ അതോ കൊന്നു തള്ളിയോ? നിഹ പരിഹാസ രൂപേണ ചോദിച്ചു. നിഹ ഷട്ടപ്പ്. വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയാന്നാണോ? ഞാൻ ആരുടെയും നഗ്നത കണ്ട് രസിച്ചിട്ടില്ല. നിൻ്റേതുപോലും. ക്യാമറ വെച്ചിരുന്നു, അത് നീ കരുതും പോലെ സീൻ പിടിക്കാൻ വേണ്ടിയല്ലായിരുന്നു.
ആദം മുഷ്ടി ചുരുട്ടി ചുവരിലിടിച്ചു. പിന്നെ പിന്നെ എന്തിനാ ഞാൻ സാരി എടുക്കുന്ന വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പിൽ സേവ് ചെയ്ത് വെച്ചത്? അതിൽ നീ ഫുള്ളി നേക്കഡ് ആയിരുന്നില്ലല്ലോ. നിന്റെ കോസ്റ്റ്യൂം സെൻസ് കണ്ടപ്പോൾ അന്നറിയാതെ നോക്കിപ്പോയി. ക്യാമറ വെച്ചത് മറ്റൊന്നും കൊണ്ടല്ല, നിന്റെ കൈയൊടിഞ്ഞപ്പോൾ നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്നായതും ഞാൻ കണ്ട ഏക മാർഗം ഇതാണ്. ഏതു നേരവും നിന്നെ കണ്ടുകൊണ്ടേയിരിക്കുക. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തതാ, അല്ലാതെ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്തൊരു സ്നേഹം! നിങ്ങൾ ഇനിയും കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയോ? നല്ല കഥ. നിങ്ങൾ എന്നെ തിരഞ്ഞു പിടിച്ച് ഇങ്ങോട്ട് വന്നതല്ലേ? എനിക്ക് തന്ന ജോലി പോലും ഒരു തരം ട്രാപ്പ്. അതൊക്കെ പോട്ടെ, പാർട്ടി കഴിഞ്ഞ അന്ന് രാത്രി നമ്മൾ ആരോ ട്രാപ്പിൽ പെടുത്തി ഒരു മുറിയിൽ കിടത്തിയില്ലേ? അതിന് പിന്നിൽ ആരായിരുന്നുവെന്ന് വല്ല അറിവും കിട്ടിയോ? നിഹ പരിഹാസത്തോട് ചോദിച്ചു. അതിൻ്റെ ബിസിനസ് ശത്രുക്കളായിരിക്കും, അല്ലാതെ പിന്നെ ആരാ? ആദം പറഞ്ഞു. ബിസിനസ് ശത്രുക്കളാണല്ലേ? ആയിരിക്കും. ആ ശത്രുവിനെ ഞാൻ കണ്ടുപിടിച്ചു. കാണണോ നിങ്ങൾക്ക്? നിങ്ങളുടെ അതേ രൂപസാദൃശ്യമുള്ള നിങ്ങളുടെ ബിസിനസ് ശത്രു. അതും പറഞ്ഞ് നിഹ തന്നെ ഫോൺ എടുത്ത് അവന് മുന്നിൽ നീട്ടി. നേരത്തെ കിട്ടിയ CCTV ഫുട്ടേജ് അവന് കാട്ടിക്കൊടുത്തപ്പോൾ എന്ത് പറയണം എന്നറിയാതെ അവൻ്റെ തല താഴ്ന്നു. അന്ന് സ്വയം നാണം കെട്ടുകൊണ്ട് ഇതുപോലൊരു നാടകം ക്രിയേറ്റ് ചെയ്തത് എന്തിനായിരുന്നു? എന്നെ വിവാഹം കഴിക്കാനോ? എന്നിട്ട് എന്തായിരുന്നു പ്ലാൻ? എന്നെ കൊല്ലാനാണോ? ആയിരിക്കും. ഒരിക്കൽ കൊല്ലാൻ നോക്കിയതാണല്ലോ. കറണ്ട് വന്നപ്പോൾ കൊലപാതകി രക്ഷകനായി. നിങ്ങൾ എന്നെ കൊല്ലാൻ തന്നെയാണ് വിവാഹം കഴിച്ചത്. അതിനു മുൻപ് നിങ്ങൾക്ക് എന്നെ മതി വരുവോളം ഭക്ഷിക്കണം. നിങ്ങൾക്ക് കാമം തീർക്കാനുള്ള ഒരു ഭോഗവസ്തുവാണ് ഞാൻ. ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അതുകൂടി ഒന്ന് പറഞ്ഞു തരുമോ? നിഹ വിതുമ്പലോട് ചോദിച്ചു. നിഹയുടെ വാക്കുകൾ പരിധി വിട്ടു തുടങ്ങിയതും ആദത്തിൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി. താൻ എത്ര പറഞ്ഞിട്ടും തന്നെ അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ചിന്ത അവനെ വല്ലാതെ വേദനിപ്പിച്ചു. വേദനയ്ക്കപ്പുറം ദേഷ്യം വന്നു തുടങ്ങി. ഒരു നിമിഷം അവൻ പഴയ ചെകുത്താനായി. അതേടി, എനിക്ക് കാമം തീർക്കാനുള്ള ഉപകരണം മാത്രമാണ് നീ. എനിക്ക് നിന്നോട് പ്രണയമല്ല, വെറും കാമം മാത്രമേ ഉള്ളൂ. ഉള്ളിൽ നിറയെ പകയും പ്രതികാരവും വെറുപ്പും ഒക്കെയും വെച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ ഓരോ തവണയും അറിഞ്ഞത്. ഒരു തവണ നിന്നെ അറിയണം, അത് കഴിഞ്ഞ് നിന്നെ വല്ലവന്മാർക്കും എറിഞ്ഞു കൊടുക്കണം, അത്ര മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു തവണ രുചിച്ചു നോക്കിയപ്പോഴല്ല അറിയുന്നത് നീ വീര്യം കൂടിയ വീഞ്ഞാണെന്ന്. വല്ലാത്തൊരു ലഹരിയായി നീ എൻ്റെ സിരകളിലേക്ക് പടർന്നു കയറിയെന്ന്. നീ എന്ന ലഹരി എന്നെ വല്ലാതെ അങ്ങ് ഭ്രമിപ്പിച്ചു, ഭ്രാന്ത് പിടിപ്പിച്ചു. നീ തരുന്ന ലഹരിക്ക് പകരം വെക്കാൻ മറ്റൊന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം എന്തോ എനിക്ക് നിന്നെ വിട്ട് കളയാൻ തോന്നിയില്ല. ആദ അവളോടുള്ള ദേഷ്യത്തിൽ വായിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. നീക്ക് സങ്കടം അടക്കാനായില്ല. പിന്നെ നീ എന്നോട് എന്ത് തെറ്റ് ചെയ്തതെന്ന് ആവർത്തിച്ചോട് ചോദിച്ചില്ലേ? ചെയ്തു, നീ വലിയൊരു തെറ്റ് ചെയ്തു നിഹ. എന്നോടല്ല, ദേ ഇവളോട്. ആദം തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ എടുത്ത് നിഹയ്ക്ക് നേരെ നീട്ടി. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഇസയുടെ ഫോട്ടോ കണ്ടതും നിഹ ഞെട്ടലോട് പിന്നിലോട്ട് ചുവടുകൾ വെച്ചു. നിനക്ക് ഇതാരാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവൾ എൻ്റെ ആരാണെന്ന് നിനക്കറിയില്ലല്ലോ. ഇതേ ഇസ ജോൺ, കളരിക്കൽ വീട്ടിൽ ജോണിൻ്റെയും ആനി ജോണിൻ്റെയും ഒരേ ഒരു മകൾ. ഈ നിൽക്കുന്ന ആദം ജോണിൻ്റെ ഒരേ ഒരു പെങ്ങൾ. ഇവളിപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയോ? ഇല്ല, അറിയില്ല. 1 വർഷം മുൻപ് നടന്ന വാഹനാപകടത്തിലെ ഇവളെ മരിച്ചുപോയി. നീ ഒരു നിമിഷം തറഞ്ഞുപോയി. മരിക്കുന്നതിന് മുൻപ് ഇവൾക്ക് സ്വന്തം മാനം പോലും നഷ്ടപ്പെട്ടിരുന്നു. ആരോ കരുതിക്കൂട്ടി കെണിയൊരുക്കി ഏതോ ഒരു റാസ്കലിന് മുന്നിൽ എറിഞ്ഞു കൊടുത്തു. അത് നീയായിരുന്നു. നിനക്ക് ഇവളോട് തോന്നിയ അസൂയ, പക. നിങ്ങൾ രണ്ടുപേരും ശത്രുക്കളായിരുന്നു. ഇസയെ ആ കോളേജിൽ നിന്ന് ഓടിക്കാൻ നീ പല വഴിയും നോക്കി. പിന്നീട് നീ ഒരിക്കൽ ഫ്രണ്ട്ഷിപ്പ് ഡ്രാമയിൽ എൻ്റെ പെങ്ങൾ വീണു. ചതിയിലൂടെ നീ അവളെ കോളേജിൽ നിന്ന് മാത്രമല്ല ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞയച്ചു. ആദത്തിൻ്റെ മുഖത്ത് ആരോടൊക്കെയുള്ള ദേഷ്യം നുറഞ്ഞു പൊന്തി. അത് നിഹയോട് തീർത്തു. ഇല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ചതിച്ചു, നീ അവളെ ചതിച്ചു. ഇതാ ഇത് കണ്ടോ, അന്നേ ദിവസത്തെ അവളുടെ ഫോണിലേക്ക് വന്ന കോൾ ഡീറ്റെയിൽസ്. അതൊരു പേപ്പർ നിഹയ്ക്ക് നേരെ നീട്ടി. അവളുടെ ഫോൺ അന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു. പക്ഷേ ഞാൻ സൈബർ സെല്ല് മുഖേന അവളുടെ ഫോണിൽ വന്ന കോൾ ഡീറ്റെയിൽസ് സംഘടിപ്പിച്ചു. ഇതിൽ അന്നേ ദിവസം നിന്റെ നമ്പറിൽ നിന്നും അവളുടെ നമ്പറിലേക്ക് പോയ കോളിൻ്റെ ഡീറ്റെയിൽസും കൂടെ വോയിസും അടക്കമുണ്ട്. നീ കേൾക്ക്. ആദോ അത്രയും പറഞ്ഞ് നിഹയുടെ ചെവിയോട് തൻ്റെ ഫോൺ അടുപ്പിച്ചു. ഹലോ ഇസ, ഇത് ഞാൻ അനിഹ. എടാ, ഇന്ന് നമ്മുടെ ജ്യോതിയുടെ ബർത്ത്ഡേ ആണ്. രാത്രി ഞങ്ങളൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന വില്ലയിലാണ് പാർട്ടി. വേറെ ആരുമില്ല, നമ്മൾ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ജ്യോതിക്ക് നിന്നെ നേരിട്ട് വിളിക്കാൻ ഒരു മടി, അതാ ഞാൻ വിളിച്ചേ. നീ ഉറപ്പായും വരണം. അയ്യോ, നൈറ്റ് ആണെങ്കിലേ പറ്റത്തില്ല കേട്ടോ. ഹോസ്റ്റലിൽ നിന്നും പെർമിഷൻ കിട്ടില്ല. സോറി നിഹ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എങ്ങനെയാലും ഹോസ്റ്റലിൽ നിന്നും പെർമിഷൻ വാങ്ങിച്ചു വരണം. ഇന്നത്തോടെ നമുക്ക് എല്ലാവർക്കും എല്ലാം പറഞ്ഞു തീർത്ത് പിണക്കം മാറ്റി ഫ്രണ്ട്സ് ആവണം. ഈസ ഇപ്പോൾ എന്നെ മാത്രമേ ഫ്രണ്ടായിട്ട് കണ്ടിട്ടുള്ളൂ. അത് ഇവർക്കൊക്കെ വിഷമമായിട്ടുണ്ട്. ഇന്ന് മുതൽ ഇസയും കൂടി ഞങ്ങളുടെ ഗ്യാങ്ങിൽ ചേരണം. എനിക്കാരോടും പിണക്കൊന്നുമില്ല. ശരി, ഞാൻ വരാം. എന്നാ ശരി, ഞാൻ വെക്കട്ടെ ഈസ. ശരി നിഹ. ഇത് കേട്ടതും നിഹയുടെ കണ്ണുകൾ നിറഞ്ഞു തോന്നി. താൻ അറിയാതെ തൻ്റെ ഫോണിൽ നിന്നും ആരോ ഇസയെ വിളിച്ചിട്ടുണ്ടെന്ന് നിഹയ്ക്ക് വ്യക്തമായി. ദാ ഇത് കണ്ടോ, ഇത് കണ്ടോന്ന്. നീ വിളിച്ചു കഴിഞ്ഞ് അന്ന് വൈകുന്നേരം വരെ ആരും അവളെ വിളിച്ചിട്ടില്ല. വൈകുന്നേരം 6 മണിക്ക് ഒരു കോൾ വന്നു, അത് ഞാനായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് രാത്രി 12 മണി വരെ അവളുടെ ഫോൺ ഓൺ ആയിരുന്നു. അതുവരെ ഒരൊറ്റ കോളും ആ ഫോണിലേക്ക് വന്നിട്ടില്ല. അന്ന് വൈകുന്നേരം 6 മണിക്ക് ഞാൻ വിളിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ആ പാർട്ടിക്ക് പോവുകയാണെന്ന്, ഓൺ ദി വേ ആണെന്നും. പിന്നീട് ഞാൻ കാണുന്നത് മരണത്തോട് മല്ലിടുന്ന എൻ്റെ പെങ്ങളെയാണ്. വണ്ടി ഇടിച്ച മുറിവുകൾക്ക് പുറമെ അവളുടെ ശരീരം മുഴുവനും ഏതോ ഒരു ചെന്നായുടെ പല്ലും നഖവും ആഴ്ന്നിറങ്ങിയ പാടുകൾ. അതിക്രൂരമായ റേപ്പ്. അതായിരുന്നു ഡോക്ടർ പറഞ്ഞത്. ഒരു സഹോദരൻ കാണാനോ കേൾക്കാനോ ആഗ്രഹിക്കാത്തത് ഞാൻ കണ്ടു, ഞാൻ കേട്ടു. ആ നിമിഷം നിന്റെ പേര് ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടതാ. പക്ഷേ നിഹാരിക എന്ന പേരിൻ്റെ ഉടമയെ എനിക്ക് കണ്ടെത്താനായില്ല. പിന്നീട് ഞാൻ ആ കോളേജിൽ ചെന്നപ്പോൾ നീ ലോങ് ലീവിലായിരുന്നു. വേറെ എന്തോ കാരണം പറഞ്ഞ് ഞാൻ ഓഫീസിൽ അന്വേഷിച്ചു. ഡീറ്റെയിൽസ് പുറത്തുവിടാൻ പറ്റില്ലെന്ന് പറഞ്ഞതും ഞാൻ നിരാശയോടെ മടങ്ങി. അങ്ങനെ നിന്നിലേക്കുള്ള എത്താനുള്ള ദൂരം കൂടിക്കൂടി വന്നു. പിന്നീട് നീ തന്നെ എന്നെ തേടിയെത്തി. ഒരു രാത്രിയിൽ ആദം ജോണിൻ്റെ സാമ്രാജ്യത്തിലേക്ക് അതിക്രമിച്ച് കയറി വന്ന പെണ്ണിന് പിന്നാലെ എൻ്റെ പിള്ളേരുണ്ടായിരുന്നു. ആരെയാണോ ഞാൻ ഇത്രയും നാൾ തേടി നടന്നത്, അവളാണ് എനിക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ നിന്റെ പിന്നാലെ നിഴൽ പോലെ സഞ്ചരിക്കാൻ തുടങ്ങി. നിന്നെ തേടി ഞാൻ കൊച്ചിയിലെത്തി. ഒരു ഫ്രഷറായ നിനക്ക് AJയിൽ ജോലി കിട്ടിയതിന് പിന്നിലെ നിന്റെ ക്വാളിഫിക്കേഷൻസോ സ്കില്ലോ കുന്തമോ ഒന്നും ആയിരുന്നില്ല. എൻ്റെ പ്രതികാരം മാത്രമായിരുന്നു. പിന്നീട് ചെകുത്താൻ എന്ന പേരിൽ ഞാൻ നിന്നെ നിരന്തരം വിളിച്ചു. നിന്നിൽ ഭയം നിറച്ചു, ആനന്ദം കണ്ടെത്തി. അതേ ഞാൻ തന്നെയാണ് നിന്റെ മുറിയിൽ കയറിയതും. അന്ന് രാത്രി ഞാൻ നിന്റെ സൗന്ദര്യം മതി വരോളം ആസ്വദിച്ചു. നിന്റെ ഉറക്കം കെടുത്താൻ വേണ്ടി ഉള്ളിൽ കുന്നോളം വെറുപ്പും പകയും നിറച്ചു. നിന്റെ ശരീരത്തിലൊന്ന് സ്പർശിക്കുക പോലും ചെയ്യാതെ ആ ചെകുത്താൻ നിന്റെ ശരീരത്തിൽ സ്നേഹ സന്ദേശം കുറിച്ചിട്ടു. അതുവരെ ആദം ജോണിന്, അല്ല ചെകുത്താന് നിഹാരിക എന്ന ശത്രുവിനോട് വെറുപ്പായിരുന്നു, അറപ്പായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ആദം ജോണിന് നിഹാരിക എന്ന സുന്ദരിയായ വായാടി പെണ്ണിനോട്, അസാധ്യമായ കഴിവുള്ള ഡിസൈനറോട്, സുഹൃത്ത് ബന്ധത്തിന് സ്വന്തം സ്വപ്നത്തേക്കാൾ വില കൽപ്പിക്കുന്ന കൂട്ടുകാരിയോട്, ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത പുലർത്തുന്ന സ്റ്റാഫിനോട് പ്രണയം തോന്നുകയായിരുന്നു. ഹൃദയമെന്ന തുലാസിൽ അളന്നു നോക്കുമ്പോൾ ആ പ്രണയത്തിന് എൻ്റെ ഉള്ളിലെ പകയേക്കാളും തൂക്കമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഞാൻ പലതും മനഃപൂർവ്വം മറന്ന് നിന്നെ സ്നേഹിച്ചു തുടങ്ങി. മതി, നിർത്ത്. പ്രണയം പോലും. എന്നിട്ടാണോ എന്നെ ഹോട്ടൽ മുറിയിൽ പെടുത്തി എൻ്റെ ഏട്ടനെയും എന്നെയും വേർപിരിച്ചത്? സ്വന്തം അവിഹിതത്തിൻ്റെ ന്യൂസ് പിടിക്കാൻ സ്വന്തമായി ഏർപ്പാടാക്കിയ കുറച്ച് മഞ്ഞ പത്രക്കാരും. എന്തൊരു വൃത്തികെട്ട ഏർപ്പാടായിരുന്നു. അതിനെ എന്ത് പേരിട്ട് വിളിക്കാം? ഭ്രാന്തെന്നോ? ആർ യു മാഡ്? അല്ലെങ്കിൽ സൈക്കോസിസ് എന്നോ? യെസ്, യു ആർ സൈക്കോ ക്രിമിനൽ. നിഹയുടെ വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയായിരുന്നു. ഇത് കേട്ടത് മാഡം ബെഡിൽ കിടക്കുന്ന ഫ്ലവർ വേസ് എടുത്ത് നിഹയുടെ പിറകിലുള്ള ഡ്രസ്സിംഗ് ടേബിളിലെ മിററിലേക്ക് എറിഞ്ഞു. മിറർ പൊട്ടിച്ചിതറി. നിഹ ചെവി പൊത്തിക്കൊണ്ട് ചുവരിൻ്റെ ഭാഗത്തേക്ക് നീങ്ങി. ആദം കുനിഞ്ഞെന്ന് വലിയൊരു കഷ്ണം ചില്ലെടുത്ത് അവൾക്ക് നേരെ നടന്നു. അവൻ്റെ വരവ് കണ്ട് അവൾ ഭയത്തോടെ ചുവരിലേക്ക് പതുങ്ങി. ചുവരിൽ അവളുടെ ഇരു സൈഡിൽ അവൻ തൻ്റെ കൈവച്ച് അവളെ ലോക്ക് ചെയ്തു. അന്നേരത്ത് അവൻ്റെ നോട്ടവും പെരുമാറ്റവും അവളിൽ ഭയം നിറച്ചു. അവൻ തൻ്റെ വലത് കൈയിലെ ചില്ല് കഷ്ണം എടുത്ത് അവൾക്ക് നേരെ ഉയർത്തി. പിന്നീട് അത് അവളുടെ തൊണ്ടക്കുഴിയിലേക്ക് അടുപ്പിച്ചതും ഭയം അവളെ കീഴ്പ്പെടുത്തി. അതവളുടെ കണ്ണിൽ പ്രകടമായിരുന്നു. ഞാൻ സൈക്കോ ആണല്ലേ? നിഹ, ഈ പറയുന്ന സൈക്കോ എങ്ങനെയാ ഹരം കണ്ടെത്തുന്നെന്ന് നിനക്കറിയോ? മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊല്ലുമ്പോൾ കിട്ടുന്ന ആ ഹരം ഉണ്ടല്ലോ. അതും പറഞ്ഞവൻ അവളുടെ കഴുത്തിലേക്ക് പതിയെ ചില്ലാഴ്ത്തിയതും അവൾക്ക് വേദന തോന്നി. അവൾ കണ്ണുകൾ ഇറുകെ പൂട്ടി.
ഞാൻ നിന്നെ കൊല്ലട്ടെ? കൊല്ലട്ടെ നിഹ? അവളുടെ കാതോരം പതിഞ്ഞ സ്വരത്തിൽ അവൻ ചോദിച്ചു. കൊന്നോളൂ. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ വേദന അനുഭവിച്ച് ജീവിക്കുന്നതിലും ഭേദം മരണം തന്നെയാ. മരിക്കുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. മരിച്ചുപോയ എൻ്റെ അച്ഛനും അമ്മയാണേ സത്യം. ഞാൻ ഇസയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പാർട്ടിയൊന്നും പറഞ്ഞ് ഞാൻ അവളെ വിളിച്ചിട്ടില്ല. ഇന്നേ വരെ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും പിടിച്ചു സത്യം ചെയ്തിട്ടില്ല. ഇതിപ്പോൾ അത്രയ്ക്കും തകർന്നു പോയതുകൊണ്ടാ. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കാം. നിഹ കണ്ണുകൾ ഇറുകെ പൂട്ടി മരണത്തെ സ്വീകരിക്കാൻ എന്ന പോലെ നിന്നു. ആദം അവളുടെ കഴുത്തിൽ നിന്നും ചില്ല് മാറ്റി പിടിച്ചു. കണ്ണിറുക്കി അടച്ചു പിടിച്ചു നിൽക്കുന്ന നിഹ അവളുടെ കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ ചാലിട്ടൊഴുകുന്നുണ്ട്. അവനവളെ അങ്ങനെ കണ്ടപ്പോൾ വല്ലാത്തൊരു ഹൃദയ നൊമ്പരമായിരുന്നു. അവളുടെ മുഖത്ത് ആകമാനം ചുംബനങ്ങൾ കൊണ്ട് പൊതിയാൻ അവൻ അന്നേരം ആഗ്രഹിച്ചു. അവൻ തൻ്റെ ആഗ്രഹങ്ങളെ അടക്കി നിർത്തി. ഞാൻ നിന്നെ കൊല്ലൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിഹ? എന്നെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഞാൻ നിന്നെ മനസ്സിലാക്കിയതാ. ശരിക്കും മനസ്സിലാക്കിയതാ. എനിക്കറിയാം നീ എൻ്റെ ഇസയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ഒരു പാവാണ്. ഇസ എന്നും പറയും നീ വെറും പാവമാച്ചേന്ന്. അന്ന് തൊട്ട് എൻ്റെ ഇസയുടെ നിഹയെ അറിയാതെ ഞാനും സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. അത് കേട്ടതും നിഹ വിശ്വാസം വരാത്ത മട്ടിൽ കണ്ണു നിറച്ച് അവനെ നോക്കി. അവൻ്റെ ആ പഴയ നിഹയായി. പൊടുന്നനെ അവളുടെ മുഖഭാവം മാറി. നിഹ, നീ അറിഞ്ഞതൊക്കെ സത്യമാണ്. നീ അറിഞ്ഞ സത്യത്തെക്കാൾ ഏറെ നീ അറിയാത്ത സത്യങ്ങളുണ്ട്. ഞാനതെല്ലാം നിന്നോട് പറയാം. ആ വീഡിയോയിൽ കണ്ടതുപോലെ ഞാൻ നിന്നെ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുവന്നു. അതിനു മുൻപും പിൻപും നടന്നത് എന്താണെന്ന് നിനക്കറിയില്ല നിഹ. ഒന്നും അറിയില്ല. ഒരിക്കൽ നിന്നെ കൊല്ലാൻ നോക്കി ചെലുത്താൻ ഞാനല്ല, അത് മറ്റാരോ ആണ്. സത്യം. അത് അവളുടെ കാതിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഐ ലവ് യു നിഹ, ഐ ലവ് യു. എനിക്ക് നീയില്ലാതെ പറ്റില്ലടി. അന്നേരം നിഹ കണ്ണുകൾ വലിച്ചു തുറന്നു. വേണ്ട, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. നിങ്ങൾ എന്നെ ചതിച്ചു. എനിക്ക് ജീവിക്കണ്ട. എന്നെ കൊല്ലു. നിങ്ങൾ പറഞ്ഞതും ഇപ്പം പറയുന്നതും മുഴുവനും നുണയാ. എനിക്ക് മരിക്കണം എന്നും പറഞ്ഞ് നിഹ അവൻ്റെ കയ്യിൽ നിന്നും ചില്ല് വാങ്ങിക്കാൻ നോക്കി. അന്നേരം അവൻ അവളെ ചില്ലിലേക്ക് തൊടാൻ പോലും സമ്മതിക്കാതെ തൻ്റെ കയ്യാലെ ചില്ലിൽ മുറുക്കി പിടിച്ചു. ചില്ല് കൊണ്ട് അവൻ്റെ കൈ മുറിഞ്ഞ് ചോര ഒഴുകുന്നുണ്ട്. അവൻ്റെ കയ്യിലെ ചോര കണ്ടത് ഒരു നിമിഷം അവളുടെ ഹൃദയത്തിൽ കൊളുത്തി വലിച്ചു. ആ നിമിഷം തറയിൽ ചിതറിക്കിടക്കുന്ന ചില്ല് കഷ്ണത്തിൽ ഒരെണ്ണം അവളുടെ കാലിലേക്ക് ആഴ്ന്നിറങ്ങി. അവളുടെ കണ്ണിൽ ഇരുട്ട് പടർന്നു. അടുത്ത നിമിഷം അവൾ ബോധം മറിഞ്ഞ് അവൻ്റെ മേലേക്ക് തന്നെ വീണു. അവനവളെ തട്ടി വിളിച്ചു നോക്കി. അവൾ കണ്ണു തുറന്നില്ല. അവനവളെ കൈകളിലെടുത്തതും അവളുടെ കാലിൽ ചില്ല് കയറിയത് കണ്ട് അവൻ്റെ ഹൃദയം പൊടിഞ്ഞു. ചില്ല് വലിച്ചെടുത്തു. ഒരു തുണി കൊണ്ട് കെട്ടി ഹോസ്പിറ്റൽ ലക്ഷ്യം വെച്ച് നീങ്ങി. ഡോക്ടർ നിഹയെ പരിശോധിക്കുകയാണ്. കാലിലെ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ നഴ്സുമാർക്ക് നിർദ്ദേശം നൽകി ഡോക്ടർ ആദമിന് നേരെ തിരിഞ്ഞു. ഡോക്ടർ, നിഹ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? തൊട്ടരികെ നിന്നുകൊണ്ട് ആദം ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, ബട്ട് ആളുടെ ബോഡി വീക്കാണ്. 2 ദിവസമായിട്ട് ആൾ പ്രോപ്പറായിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ലെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് കൂടിയുണ്ട്. ഷീ ഈസ് ക്യാരിങ്. ഇത് കേട്ടത് ആദം വല്ലാത്തൊരു ഷോക്കിലായിരുന്നു. സന്തോഷിക്കാൻ പോലും ആവാതെ ഒരു തരം മരവിപ്പ് പോലെ. അച്ഛനാവാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് എന്താണ് ഒരു സന്തോഷമില്ലാത്ത? ഡോക്ടർ ആദത്തിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. അന്നേരം ആദം ചിരിക്കാൻ ശ്രമിച്ചു. നിഹയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. അവൾ മയക്കത്തിലാണ്. ആദം അനിയെ വിളിച്ച് കാര്യങ്ങളൊക്കെയും പറഞ്ഞു. ഒപ്പം നിഹ പ്രഗ്നൻ്റ് ആണെന്ന് കൂടി പറഞ്ഞു. അവളെ നമുക്ക് പതിയെ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കാമെന്നും പറഞ്ഞ് അനി കോൾ അവസാനിപ്പിച്ചു. ആദത്തിന് താൻ അച്ഛനാവാൻ പോകുന്ന സന്തോഷം അനുഭവിക്കാൻ പോലും പറ്റാത്തൊരു തരം അവസ്ഥ. ഇതറിയുമ്പോൾ നിഹയുടെ പ്രതികരണം എന്തായിരിക്കും? അവൾ സന്തോഷിക്കില്ലേ? പെട്ടെന്നൊരു കുഞ്ഞ് വേണ്ടെന്ന് അവൾ പറഞ്ഞതാ. അതിൻ്റെ കൂടെ ഈ പ്രശ്നങ്ങളും. ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചുകൊണ്ട് അവൾ അവൻ്റെ നെറുകയിൽ ചുണ്ടമർത്തി. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അതിനിടയിൽ അവൻ്റെ കണ്ണുകൾ അവളുടെ വയറിലേക്ക് നീണ്ടു. അവൻ അവളുടെ വയറിലേക്ക് തൊടാനായി കൈ ഉയർത്തിയ നേരത്താണ് നിഹ കണ്ണു തുറക്കുന്നത്. നിഹ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവളുടെ മുടിയിലൂടെ വിരലൊടിച്ചുകൊണ്ട് ആദം ചോദിച്ചത് നിഹ അവൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ചു. അവനെ പുച്ഛിച്ചുകൊണ്ട് മുഖം വെട്ടിച്ചു. അന്നേരം തന്നെയാണ് അനിയും രേഷ്മയും യാഗും അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ടതും നിഹയുടെ മുഖത്ത് നേരിയ തെളിച്ചം വന്നു. രേഷ്മ അവർ കൊണ്ടുവന്ന ഫ്രഷ് ജ്യൂസ് നിഹയെ നിർബന്ധിച്ചു കുടിപ്പിച്ചു. അതിനിടയിൽ നിഹ മതിയെന്ന് പറഞ്ഞ് മുഖം ചുളിച്ചു. കുറച്ചുകൂടി കുടിക്കേണ്ട കുഞ്ഞോളെ, ഇനിയിപ്പോൾ പഴയതുപോലെ നുള്ളി പരിക്കാലൊന്നും ശരിയാവില്ല. അകത്ത് ഒരാൾ കൂടി ഉള്ളതാ.
രേഷ്മ പറഞ്ഞതിനർത്ഥം മനസ്സിലായ നിഹ ഈ ഏട്ടത്തി എന്തിനായിപ്പോൾ ഇതൊക്കെ എന്നോട് പറയുന്നത് എന്ന പോലെ കണ്ണു മിഴിച്ചു നോക്കി. ആദം നിഹയുടെ ഭാവങ്ങൾ ഓരോന്ന് വീക്ഷിച്ചുകൊണ്ട് അനിയുടെ അരികിൽ നിൽപ്പുണ്ട്. അങ്കിൾ, അങ്കിളിനെ പെൺകുട്ടി വേണോ അതോ ആൺകുട്ടിയോ? യാഗിൻ്റെ ചോദ്യം കേട്ട് ആദം ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. പറ അങ്കിൾ. ആണായാലും പെണ്ണായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടിയാൽ മതി. ആദം നിഹയെ നോക്കിയാണ് അത് പറഞ്ഞത്. അവൻ്റെ പറച്ചിലിൽ നിഹയുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയം നിറച്ചു. അത് പറ്റില്ല, ഏതേലും ഒന്നേ പറയാൻ പറ്റുള്ളൂ. അങ്കിളിൻ്റെ മനസ്സിൽ എന്തായാലും പറയാം. എനിക്ക് നിന്നെ പോലെ സ്മാർട്ട് ആൻഡ് ക്യൂട്ട് ഒരു ബോയ് ആയ കൊള്ളാമെന്നുണ്ട്, ആദം പറഞ്ഞു. ആണോ? എന്നാലേ അപ്പയ്ക്കിഷ്ടം പെൺകുട്ടിയാ. ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഈ അപ്പയുടെ പണി എന്താണെന്നറിയോ? പെൺകുട്ടികളെ പോലെ എൻ്റെ മുടിയൊക്കെ കെട്ടി അപ്പയുടെ കുഞ്ഞിലുള്ള ഉടുപ്പൊക്കെ ഇട്ടെന്ന് എന്നെ ഒരുക്കുത്രേ. അച്ഛനും അമ്മയും അപ്പയുടെ കോപ്രായം കണ്ട് നിന്ന് രസിക്കും. ഭാഗ്യത്തിന് അന്ന് അപ്പയ്ക്ക് ബാംഗ്ലൂരിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഇല്ലേ ഞാൻ മറ്റൊരു ചാന്ത് പൊട്ടായി മാറിയേനെ. യാഗ് പറഞ്ഞത് കേട്ട് അവിടം ചിരി പടർന്നു. നിഹയും പരിസരം മറന്ന് ഉറക്കെ ചിരിച്ചു. നിഹയുടെ ചിരി കണ്ട് ആദം കണ്ണടക്കാതെ നോക്കി നിന്നു. അപ്പേ, എനിക്കുറപ്പാ അപ്പയുടെ വയറ്റി കിടക്കുന്നതേ പെൺകുട്ടിയാ. എനിക്കും പെൺകുട്ടി മതി കേട്ടോ. ചെറുപ്പം തൊട്ട് അപ്പ എന്നെ കൊണ്ട് നടന്നില്ലേ, അതുപോലെ അപ്പയുടെ വാവയെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. യാഗ് നിഹയെ നോക്കി വിടർന്ന മുഖത്തോടെ പറഞ്ഞതും നിഹ എല്ലാവരെയും മാറി മാറി നോക്കി. ഏട്ടത്തി ഇവൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിഹ പറഞ്ഞു. എൻ്റെ കുഞ്ഞോളെ അപ്പം ആദ്യം നിന്നോടൊന്നും പറഞ്ഞില്ലേ? അവളില്ലെന്ന പോലെ തലയനക്കി. കുഞ്ഞോളെ കുഞ്ഞോളെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാൻ പോവാണ്. അപ്പോൾ നീ നിന്റെ പീരീഡ്സ് ഡേറ്റ് ഒന്നും ശ്രദ്ധിക്കാറേയില്ലേ? ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. രേഷ്മ പറഞ്ഞപ്പോഴാണ് പീരീഡ്സ് ഡേറ്റ് കഴിഞ്ഞിട്ട് 2 ആഴ്ച ആയെന്ന കാര്യം അവൾ ഓർക്കുന്നത് പോലും. അവൾക്ക് കരച്ചിൽ വന്നുപോയി. അവൾ കണ്ണിറുക്കി അടച്ചു. വീണ്ടും താൻ തോറ്റു. അവൻ ജയിച്ചു. അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അവനെ ദഹിപ്പിച്ചു നോക്കി. ആ നോട്ടത്തിൽ നിന്നും അവന് വ്യക്തമായി അവൾ ഈ കുഞ്ഞിനെ ആഗ്രഹിക്കുന്നില്ലെന്ന്. നിഹയുടെ കണ്ണ് നിറഞ്ഞു കണ്ടപ്പോൾ രേഷ്മയ്യാകു കരുതിയത് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞതാണെന്ന്. ക്ഷീണം തോന്നുന്നുവെങ്കിൽ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് നാളെ രാവിലെ ഗൈനക് ഡോക്ടറെ കണ്ട് വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ ഡോക്ടർ നിർദ്ദേശിച്ചതും അവൻ്റെ കൂടെ വീട്ടിലേക്ക് പോവാൻ താല്പര്യമില്ലാത്ത നിഹ ഹോസ്പിറ്റലിൽ കഴിയാൻ തീരുമാനിച്ചു. രേഷ്മ ഹോസ്പിറ്റലിൽ നിന്നാൽ മതിയെന്ന് നിഹ നിർബന്ധം പിടിച്ചതും മറുത്തൊന്നും പറയാതെ ആദം അവിടെ നിന്ന് മടങ്ങി. പിറ്റേന്ന് ഓഫീസിൽ ഡോറിൽ നോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ട് ആദം അകത്തേക്ക് വരാൻ പെർമിഷൻ കൊടുത്തു. ഡോറും തുറന്ന അക്ഷ അവന് മോർണിംഗ് വിഷ് നൽകി. തെളിച്ചമില്ലാത്ത വിഷ് തിരികെ നൽകി അവൻ അവളോട് മുന്നിലേക്ക് കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. താൻ നിന്നോളാന്ന് പറഞ്ഞ അക്ഷര സംസാരത്തിന് തുടക്കം കുറിച്ചു. സാർ, എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സാറിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ? അക്ഷരയുടെ സ്വരത്തിൽ ഭയവും ടെൻഷനും വിപ്രാളവും ഒക്കെയും കലർന്നിരുന്നു. അക്ഷര പറഞ്ഞോളൂ, അത്രയും പറഞ്ഞ ആദം അവളിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചു. സാറ്, ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് നിഹയെ കണ്ടിട്ടാണ് വന്നത്. അവനൊന്ന് മൂളി. അവൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞു. ഒരുപാട് കരഞ്ഞു. അന്നേരം ആദത്തിന് എന്തോ വല്ലായ്മ തോന്നി. അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ ചിരിയിലെ വേദന അക്ഷരക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. സാർ, ഞാൻ ഇനി പറയുന്നത് കേട്ട് സാർ ടെൻഷൻ ആവുമെന്ന് വേണ്ട. നന്നായി ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ പറയൂ അക്ഷര. അത് പിന്നെ നിഹയ്ക്ക് അവൾക്ക് കുഞ്ഞിനെ വേണ്ടെന്ന്. അവളെൻ്റെ കൈവശം ഒരു ടാബ്ലറ്റിൻ്റെ പ്രിസ്ക്രിപ്ഷൻ തന്ന് ഫാർമസിയിൽ പോയി വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ വാങ്ങിച്ചു കൊടുത്തു. എനിക്കെന്തോ അവളുടെ സംസാരത്തിൽ സംശയം തോന്നി. കാര്യം തിരക്കിയപ്പോഴാണ് അത് അബോർഷൻ ടാബ്ലറ്റ് ആണെന്ന് അവൾ പറയുന്നത്. ഇത് കേൾക്കേണ്ട താമസം ആദം തൻ്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് പോയിരുന്നു. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നത് കണ്ട് അക്ഷര പോലും പേടിച്ചു. സർ പ്ലീസ്, സർ പെട്ടെന്ന് എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. അവളെ സാവധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഇതിപ്പോൾ സാറിനോടുള്ള വാശി കുഞ്ഞിനോട് തീർക്കുന്നതാ. അപ്പോഴേക്ക് അവൾ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ അങ്ങോട്ട് പോവുക. എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ. പക്ഷെ എൻ്റെ കുഞ്ഞ്. സർ പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വാശിയുടെ കാര്യത്തിൽ അവൾ ഒട്ടും മോശമല്ല. ഇതിപ്പോൾ നാളെ രാവിലെ വരെ പേടിക്കാനൊന്നുമില്ല. നാളെ മോർണിംഗ് തൊട്ടാണ് ടാബ്ലറ്റ് കഴിക്കേണ്ടത്. അതുവരെ പേടിക്കാനൊന്നുമില്ല. സാർ അവിടെ പോയി അവളോട് ദേഷ്യപ്പെട്ട അവൾക്കും ദേഷ്യവും വാശിയും കൂടെയുള്ളൂ. സ്നേഹം കൊണ്ട് മാത്രമേ ഇനി അവളെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഒപ്പം അവളുടെ നിരപരാധിത്യം തെളിയിക്കുകയും വേണം. പിന്നെ സാർ അവളെ. അത്രയും പറഞ്ഞ് അക്ഷര നിർത്തി. ഞാൻ അവളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ ശ്രമിക്കണം എന്നാണോ അക്ഷര പറഞ്ഞു വരുന്നത്? ആയിരിക്കും. എനിക്ക് അവളോടുള്ള സ്നേഹം സത്യമാണ്.
ഒരിക്കൽ ഞാൻ അവളെ വെറുത്തിരുന്നു. അതേസമയം വെറുപ്പിന് മുകളിലും ഞാൻ അവളെ പ്രണയിച്ചിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ ഹൃദയം പോലും ഇടിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ്. ഇതൊന്നും പറഞ്ഞാൽ നിഹയ്ക്കോ അക്ഷരക്കോ ആർക്കും മനസ്സിലാവില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ എൻ്റെ മുന്നിൽ ന്യായീകരണങ്ങളുണ്ട്. എൻ്റെ ജീവനായിരുന്നു എൻ്റെ പെങ്ങൾ. അവളുടെ ജീവിതം ഇല്ലാതാക്കിയത് നീയാണെന്ന് ഉറപ്പിക്കും വിധത്തിലായിരുന്നു തെളിവുകൾ ഓരോന്നും. അതിൻ്റെ പേരിൽ ഞാൻ ചെയ്തു പോയ അപരാധങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വന്നത് എൻ്റെ കുഞ്ഞും. ആദമിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. സർ, നിഹ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ഞാനാ. ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫല ഇപ്പം നിഹ അനുഭവിക്കുന്നത്. അക്ഷര പറഞ്ഞതിൻ്റെ പൊരുൾ വ്യക്തമാവാതെ ആദം അവളെ നോക്കി. ഞാനാ അന്ന് നിഹ അറിയാതെ നിഹയുടെ ഫോൺ എടുത്ത് ഇസയെ വിളിക്കുന്നതും പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതും. നിഹ എന്ന പേരിൽ ഞാൻ ഇസയോട് സംസാരിച്ചു. ആദത്തിൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് നിഹയുടെ കസിനാണ്, ഫ്രണ്ടാണ്. താൻ എന്തേലും ചെയ്തു പോയാൽ നിഹയ്ക്കത് സഹിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് മാത്രം ആദ അവൾക്ക് നേരെ ഓങ്ങേണ്ടിയിരുന്ന കൈ ചുരുട്ടി പിടിച്ചു. എന്തിന് നീ അത് ചെയ്തു? ആദത്തിൻ്റെ മുഖഭാവം മാറിയത് അക്ഷര ശ്രദ്ധിച്ചു. എന്തും ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടാണ് താൻ വന്നത്. അവൻ തല്ലിയാലും കൊന്നാലും അത് താൻ അർഹിക്കുന്നു, അക്ഷര ചിന്തിച്ചു. ഞങ്ങൾ 5 പേരടങ്ങുന്ന ഗ്യാങ്ങായിരുന്നു. ഞാൻ, നിഹ, ജ്യോതി, ശ്രേയ, മെർലിൻ. ഞാനും നിഹയൊഴികെ ബാക്കി 3 പേരും ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്നവർ. അവർക്ക് മലയാളം അറിയില്ല. മെർലിൻ പണത്തിന് മേലെ കിടക്കുന്നവൾ. അവൾക്ക് നിഹയെ വല്ല ഇഷ്ടമായിരുന്നു. അവരുടെ ഗാങ്ങിൽ ചേർന്നതോടെ ഞാനും നിഹയും നന്മ മറന്ന് തിന്മയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. മെർലിന് വേണ്ടി നിഹ അന്ന് ആദ്യമായി ഇസയോട് ഉറക്കുന്നത്. എന്തോ വാക്ക് തർക്കം നടന്നു മെർലിൻ്റെ കവിളിൽ ഇസയുടെ കൈ പതിഞ്ഞപ്പോൾ പിന്നീട് അതൊരു പകയായി മാറി. അതിനിടയിൽ ഇസ നിഹയോട് കൂളായി പെരുമാറാൻ തുടങ്ങി. അത് മുതലെടുത്തുകൊണ്ടാണ് മെർലിൻ്റെ നിർദ്ദേശപ്രകാരം നിഹ ഇസയോട് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത്. ഉള്ളിൽ പകയുമായി ഇസയുടെ കൂടെ നടന്ന നിഹ പതിയെ മാറി തുടങ്ങി. ഇസയുടെ സത്യസന്ധമായ സൗഹൃദം നിഹയുടെ ഉള്ളിലെ നന്മയെ ഉണർത്തി. ഇസയെ ചതിക്കാൻ താനില്ലെന്ന് പറഞ്ഞ് നിഹ മെർലിനുമായി ഉടക്കി. നിഹയും ഇസയും തമ്മിൽ അടുക്കുന്നത് തടയാനും തന്നെ അടിച്ച ഇസയ്ക്ക് ഒരു പണി കൊടുക്കാനും വേണ്ടി മെർലിൻ അവസരം കാത്തിരുന്നു. അങ്ങനെയാണ് ഒരു നാൾ യാഗിൻ്റെ പിറന്നാളിന് വേണ്ടി നിഹ നാട്ടിലേക്ക് പോകാനൊരുങ്ങുന്നത്. അന്ന് മെർലിൻ എന്നെ നിർബന്ധിച്ചു നിഹയുടെ ഫോണിൽ നിന്നും ഇസയെ വിളിപ്പിക്കുകയായിരുന്നു. ചെറുതായി ഒന്ന് പേടിപ്പിച്ച് വിടാം എന്നായിരുന്നു മെർലിൻ എന്നോട് പറഞ്ഞത്. ഇതൊന്നും അറിയാതെ അന്ന് ഉച്ചയ്ക്ക് തന്നെ നിഹ നാട്ടിലേക്ക് തിരിച്ചു.